ജഗ്ഗുനെ ചൂണ്ടി കാണിച്ചിട്ട് പറയണ വലക്കാരാന്ന്. കാണാൻ ദൈവമേ, വരുമ്പോ നമുക്ക് AC കാലാവസ്ഥയാണ്. പൊന്നോഗിരിക്ക് ഇവിടേക്കൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഓരോ വഴിയിൽ കാണാം. ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബമാണിത്. ഒരു നായർ തറവാട്ടുകാരൊരു പുലയനായിട്ടുള്ള ഒരാളെ പൂജിക്കുന്ന ഒരു തറവാടാണ്. സാധാരണ അമ്പലങ്ങളിൽ ഉണ്ടാവുന്ന അയിത്തം അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ജന്മസാഫല്യം വരുമോ ജന്മസാഫല്യം വരുമോ പമ്പാ നദിയിലെ പൊന്നിന് പോകും പവിഴ വലക്കാര വലക്കാര വലക്കാര. ജഗ്ഗുനെ ചൂണ്ടി കാണിച്ചിട്ട് പറയണ വലക്കാരാന്ന്. ഇത് പമ്പാ നദിയാണ്. ആറന്മുള അല്ല, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തൊരു സ്ഥലത്തിന്റെ പേര്? ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ആണ് നമ്മള്. വീടിന്റെ അവിടെയാണ് ഞങ്ങള്. ചരിത്ര പ്രാധാന്യം അല്ല ഇവിടെ വരുമ്പോ നമ്മളുടെ എനിക്ക് ചരിത്ര പ്രാധാന്യം ഒന്നുമല്ല എന്റെ തലയിൽ ഓടുന്നത്. എനിക്ക് ഇവിടെ കണ്ടിട്ട് കാണാൻ ദൈവമേ, ഈ പുഴയുടെ തീരം. ചിറ്റടുത്ത് ശംഖുപിള്ള എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആള് 1925 മരിച്ചു പോയിട്ടാ. 100 വർഷമാണ് ഇപ്പൊ, 100ാം വർഷമാണ് ഇപ്പൊ. അപ്പൊ ആളെ വീടിന്റെ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങണ സ്റ്റെപ്പാണിത്. ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നേ. അപ്പോഴാണ് ഞങ്ങൾ വെറുതെ ഈ പറമ്പൊക്കെ കണ്ടപ്പോ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് പുഴയാ നദി എന്നാ പറയുന്നതിന്. നദി. അപ്പോ നമ്മുടെ ലീലാമണി ചേച്ചിയാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ലീലാമണി ചേച്ചിയുടെ റിലേറ്റീവ്സ് കൂടിയിട്ടാണ് ഈ കുടുംബക്കാരൊക്കെ. അപ്പോ ഇവിടെ ഈ പറഞ്ഞ ചിറ്റടുത്ത് ശംഖുപിള്ള, പിന്നെ ആളുടെ അടുത്ത എന്താ പറയാ തലമുറകളാണ് ഇവിടെ ഇപ്പൊ താമസിക്കണത്. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള. ഇതിനെ കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പുഴ കണ്ടപ്പോ അങ്ങോട്ട് നടന്നു മാത്രം കേട്ടാ. ഇതിന്റെ ഇങ്ങോട്ടുള്ള വഴിയില്ലേ ഭയങ്കര മനോഹരമായിട്ട്. അത് ഭയങ്കര രസമാണ് വഴി. അത് നമ്മള് വീഡിയോ കഴിയില്ലേ, അപ്പൊ കാണിക്കാം. അപ്പൊ അങ്ങോട്ട് പോവാം. എന്റെ ദൈവമേ, എന്തൊരു നമുക്ക് ഇവിടെ പോയാലും മതിയില്ല. പക്ഷെ പ്രളയം വന്നല്ലോ. പ്രളയം വന്നപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചേ വീട് കണ്ടോ, ഇതാണ് ആ വീട് തറവാട്. ഇത് 3 ദിവസം ഫുള്ള് മുങ്ങിക്കിടന്നു. 3 ദിവസം പ്രളയം. പുഴയുടെ എത്ര കയറി വന്നറിയോ? ഇവിടെ നോക്കിയ പുഴ നോക്കിയ എത്ര താഴ്ത്താണെന്ന് നോക്കിയാ കാണണ്ടോന്ന്. വളരെ താഴ്ചയിലാണ്. 30 അടി എന്നല്ല. അപ്പൊ ഈ വീട് മുങ്ങിന്നാ പറയണേ. 3 ദിവസം. അപ്പൊ ലീലാമണി ചേച്ചിയുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള രാജേഷ് ചേട്ടനുണ്ട് ഇവിടെ. ചേട്ടനൊന്നും വിളിക്കാൻ വലിയ ആള്. എന്താ പറയുക, ആറന്മുളനെ എന്നെ കുറിച്ചിട്ടൊരു 2-3 വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, ഇതിന്റെ ചരിത്രങ്ങളെ കുറിച്ചൊരു ഗഹനമായിട്ട് അറിവുള്ള ആളാണ്. ഇവിടുത്തെ എന്താ പറയുക, അതെ, ഇവിടുത്തെ ഗവൺമെന്റ് കോളേജില് മലയാളം പ്രൊഫസർ കൂടിയിട്ടാണ് ആള്. അപ്പൊ ആളും പിന്നെ ഞാൻ പറഞ്ഞില്ല, അടുത്ത തലമുറകൾ ഇങ്ങനെ കടന്നു പോയിട്ട് ഇപ്പോൾ ഉള്ള ആളാണ് ശശിധരൻ നായർ എന്നാണ് ആളുടെ പേര്. ആ അച്ഛനോട് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ കൂടി നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇത് ആറന്മുള കോഴഞ്ചേരിയിലെ മേലുകര എന്ന് പറയുന്ന ഗ്രാമത്തിലെ അതിപ്രശസ്തമായ ചിറ്റടുത്ത തറവാടാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ തറവാടിന്. ഒരുപാട് ചരിത്രപരമായും സാമൂഹ്യപരമായും ഒക്കെ പ്രാധാന്യമുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, ഈ തറവാടിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബമാണിത്. ഈ കുടുംബത്തിലുള്ളവരെല്ലാം ആരാധിക്കുന്ന മൂർത്തികളിലൊന്ന് പ്രധാനമായിട്ടും ഇവിടെ ഈ കാണുന്ന നാഗചാമുണ്ഡി ദേവിയെയാണ്. നായർ തറവാടുകൾക്ക് പൊതുവെ നാഗാരാധന അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ പൂജയും നാഗചാമുണ്ഡി തുള്ളലും കളമെഴുത്തും ഒക്കെ നടക്കും. അതിലൊക്കെ വിശേഷപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ അക്കരെ, ഇത് പമ്പയാറാണ്, പമ്പയാറിന് നേരെ അക്കരെ അയിരൂരിൽ പാലം പുലയൻ എന്ന് പറയുന്ന ഒരു പുലയ സമുദായത്തിൽപ്പെട്ട പൂർവികനായ ഒരാളിനെ ക്ഷേത്രം പണിത് ആരാധിക്കുന്നു എന്നുള്ളതാണ്. അത് പഴയ കാർഷിക ജീവിതവുമായി ബന്ധിപ്പിച്ചുള്ള ഒരു ഐതിഹ്യവുമായി ആണ് അതിന് ബന്ധമുള്ളത്. പാലം പുലയൻ ഈ തറവാട്ടിലെ കൃഷിയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു.
അപ്പോൾ അദ്ദേഹം അക്കരെ അയിരൂരിലെ കൃഷി സ്ഥലത്ത് കിളച്ചുകൊണ്ടിരിക്കെ നിധി കിട്ടിയെന്നും സ്വർണ്ണ കുടമായിരുന്നു അതെന്നും ആ നിധി ഈ തറവാട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചെന്നും തിരിച്ചു പോയപ്പോൾ ഈ നിധിയൊക്കെ അങ്ങനെ കിട്ടുന്ന ആൾക്ക് അപകടം വരുമെന്നാണ് പഴയ കാലത്തെ ഒരു വിശ്വാസം. അങ്ങനെ ഒരു കടുവ അദ്ദേഹത്തെ ആക്രമിച്ചെന്നും കടുവയുമായുള്ള പോരാട്ടത്തിൽ കടുവായും ഈ പാലംപുലയൻ അപ്പൂപ്പനും മരിച്ചുപോയി. രണ്ടും മരിച്ചു. പിന്നീട് ഈ തറവാട്ടിലെ അനിഷ്ടങ്ങളൊക്കെ ഒരുപാട് അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ പ്രശ്നം വെച്ച് നോക്കുകയും അത് ഈ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി പാലംപുലയന് പൂജ കൊടുക്കണമെന്നും അങ്ങനെയാണ് ഈ അയിരൂർ കാഞ്ഞീറ്റുകരയിൽ പാലംപുലയൻ ക്ഷേത്രം ഉണ്ടായതെന്നും വിഗ്രഹം വെച്ചാണ് ആരാധിക്കുന്നത്. അങ്ങനെയാണ് ഈ തറവാട്ടുകാരെ ആളെ പൂജിക്കാൻ തുടങ്ങിയത്. അതെ അതെ. ഇപ്പൊ അത് ഐതിഹ്യം നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ പൂജിക്കാറുണ്ട്. നാട്ടുകാരുടെ അപ്പൂപ്പനാണ് ആള്. അതെ അതെ. ഈ മലയച്ചന്റെ ഒരു ഏത് വർഷം? ഒരു 100 വർഷം മുന്നത്തെ കാര്യം. 100 ഇത് ഒരു ഐതിഹ്യമാണ്. എത്ര വർഷമായെന്നൊന്നും അറിയില്ല. പിന്നീട് ഈ ചരിത്രപരമായിട്ട് ഈ തറവാടിന് മറ്റൊരു പ്രാധാന്യം വരുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് 1924 നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഐത്തോച്ചാടന സമരമായ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച ചിറ്റേടത്ത് ശങ്കുപിള്ള അദ്ദേഹം ഈ തറവാട്ടിലെ കാരണവരായിരുന്നു. 30കളിൽ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. അതിനോടകം തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരുവിതാംകൂറിലെ അനിഷേധ്യമായ നേതാക്കന്മാരിൽ ഒരാളായി മാറുകയുണ്ടായി. ഈ തറവാടിൻ്റെ തിണ്ണയിൽ വെച്ച് അക്കാലത്ത് പന്തിഭോജനം നടത്തി വലിയ വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു. ഈ പന്തിഭോജനം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ അമ്മ ആണ് ഈ ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത്. അങ്ങനെ വലിയ സാമൂഹിക മുന്നേറ്റത്തിന് ചരിത്രം കൂടിയുണ്ട്. അപ്പം പാലംപുലയനോടും പിന്നീട് വരുന്ന ചിറ്റേടത്ത് ശങ്കുപിള്ളയുടെ ഐത്തോച്ചാടന പ്രവർത്തനങ്ങളോടും ഒക്കെ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഇവിടെ. അതായത് ജാതിക്ക് അതീതമായ ഒരു എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം നൽകുന്ന തറവാടാണ് എന്നുള്ള നിലയിലാണ് ഇതിനെ. അതായത് ഒരു നായർ തറവാട്ടുകാർ ഒരു പുലയനായിട്ടുള്ള ഒരാളെ പൂജിക്കുന്ന ഒരു തറവാട്. അപ്പൊ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ടായിരിക്കും ആൾക്ക് ഇങ്ങനെ ജാതി മതത്തിനോട് പിന്നീട് അത് വരുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രാമം, ഈ മേലുകര ആറന്മുള ഗ്രാമത്തിൻ്റെ, അതായത് തിരുവാർമുളയപ്പനെ കേന്ദ്രീകരിച്ചുള്ള ആറന്മുള ഗ്രാമത്തിൻ്റെ പുറം ചേരികളിൽ ഒന്നാണിത്. ഇവിടുത്തെ പള്ളിയോടം അതിപ്രശസ്തമാണ്. മേലുകര പള്ളിയോടം 52 പള്ളിയോടങ്ങളിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബാച്ച് പള്ളിയോടങ്ങളിൽ ഒന്നാണ്. ഏറ്റവും നീളമേറിയ പള്ളിയോടമാണ്. ഇവിടുത്തെ പള്ളിയോടത്തിൻ്റെ ഒരു പ്രത്യേകത അത് ജാതി മതാതീതമായി എല്ലാവരും സഹകരിക്കുന്ന പള്ളിയോടങ്ങളിൽ ഒന്നാണ്. ഈ തറവാട്ടിലുള്ളവരായിരുന്നു പഴയ കാലത്തെ ഈ വള്ളത്തിലെ വലിയ പാട്ടുകാരും അമരക്കാരും ഒക്കെ. ഇപ്പോഴും ഈ മേലുകര പള്ളിയോടത്തിലെ ഏറ്റവും പ്രമുഖനായ പാട്ടുകാരൻ ശശിധരൻ നായർ ആണ് നിൽക്കുന്നത്. ഈ തറവാട്ടിലെ തന്നെ കാരണവരിൽ ഒരാളാണ് അദ്ദേഹം. മേലുകര വള്ളത്തിലെ മാത്രമല്ല ആറന്മുളയിലെ തന്നെ വഞ്ചിപ്പാട്ട് ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനാണ്. ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള വലിയ വഞ്ചിപ്പാട്ട് കലാകാരനാണ് ശശിധരൻ നായർ. ഇതൊക്കെ ഈ ഇടമുറിയാത്ത ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. രണ്ടുപേര് പാടാൻ പറ്റുമോ വഞ്ചിപ്പാട്ടിന്റെ? നന്മയാതെ നമുക്കുള്ളൂ നന്മയാതെ നമുക്കുള്ളൂ നന്മയാതെ നമുക്കുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ നന്മയാതെ നമുക്കുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ നന്മയാതെ നമുക്കുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ തകത ദിഗിതകതോ ദിഗിതോ ജന്മസാഫല്യം വരുമോ തകതൈതോ ജന്മസാഫല്യം വരുമോ ഈ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും ജന്മസാഫല്യം വരുമോ
ജനിച്ചാൽ ആർക്കും ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും ഇതൈ തകത തികി തകതോ ധീയതോ ധിത്തോ തികിതോ ഉച്ചത്തിൽ പാടിയ അതായത് ഒരു 50-60 10 പേരെങ്കിലും വേണം മിനിമം കൂടെ പാടാന്. അപ്പൊ തന്നെയല്ല ഇത് മൈക്കൊന്നുമില്ല വള്ളത്തിലാവുമ്പോഴേ ഉച്ചത്തിൽ പാടിയെങ്കിലേ ആൾക്കാർക്ക് നല്ല ഉഷാറ് വരണം. എല്ലാരും കേൾക്കണമല്ലോ. വരെങ്കിൽ നദിയിൽ ഈ കാറ്റുള്ളത് കൊണ്ട് ഉച്ചത്തിൽ പാടിയെങ്കിലേ മുമ്പിലിരിക്കുന്നവർക്കും പുറകിരിക്കുന്നവർക്കും കേൾക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ള പാട്ട് പോലെ കല്ല. അതെ, അപ്പോൾ നമ്മൾ ആ ഇവിടേക്കിന് പോണത് കേട്ടോ. അതിന് മുന്നേ ഈ തറവാട് എന്ന് പറഞ്ഞില്ലേ 300 കൊല്ലം പഴക്കണ്ടെന്ന്. പണ്ട് ഇപ്പോൾ ഓടുന്ന് പണ്ട് ഓലയായിരുന്നു. പണ്ട് കുറേ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട് കേട്ടോ. നോക്കി വീട് ചെറുതാ ഒരു പഴയ വീട് നോക്കി. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണില്ലേ, ഉമ്മറിൻ്റെ സിനിമയിലൊക്കെ കാണാം ഇങ്ങനത്തെ വീട്. ഉമ്മർ വിദേശത്തൊക്കെ മക്കളൊക്കെ സെറ്റിലായി കഴിഞ്ഞ് ഇങ്ങനത്തെ പത്തനംതിട്ടയിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ കൂടുതലായിരിക്കും. പത്തനംതിട്ടയിലല്ലേ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്? ചിറ്റടുത്ത കുടുംബം. ചിറ്റടുത്ത കുടുംബത്തിൻ്റെ കണ്ട. അതേ നമ്മുടെ മോഹൻലാല് ശ്രീവിദ്യ അമ്മയായിട്ട് ഈ ശോഭനനെ അപ്പുറത്തുള്ള ചെറിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടിരുന്ന ഒരു വീടൊക്കെ ഇല്ലേ, അമ്മായിമ്മ പോലെ അവിടത്തെ പോലെ ഇവിടെ അല്ല. അയ്യോ ആ സിനിമ വരുന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുക പടം. മനസ്സിലായി ആ സിനിമയില്? അല്ല, ആ സിനിമയിലത്തെ ഈ ശ്രീവിദ്യയുടെ മോഹൻലാലിന്റെ വീട് പോലെ തോന്നിക്കുന്നത്. അങ്ങനത്തെ വീട്, ഇങ്ങനത്തെ കുറെ വീടുകളുണ്ടായിരുന്നു. സ്മൃതി മണ്ഡപം. ഇതാണ് ആളുടെ സ്മൃതി മണ്ഡപം. ചിറ്റടുത്ത് ശങ്കുപിള്ള സ്മൃതി മണ്ഡപം. ഇതാണ് ചിറ്റടുത്ത് ശങ്കുപിള്ള സ്മൃതി മണ്ഡപം. സ്മൃതി മണ്ഡപം കേട്ടാ. ഇനി ഇങ്ങോട്ടുള്ള വഴിട്ടാ നോക്കിയേ. ഹായ്, ഈ വഴി എന്ന് പറഞ്ഞ വാ നടക്ക്. ഈ വഴി ക്യാമറയിലൊന്നും ഈ ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റില്ല ചേട്ടാ. ശരിക്ക് AC കാലാവസ്ഥ എന്ന് പറഞ്ഞില്ലേ, ഈ ചീവിടിന്റെ ശബ്ദം കണ്ടാ ചെവി ഇങ്ങോട്ട് തുളഞ്ഞു കയറും. കാടിന്റെ സംഗീതം ഈ വഴിയോടെയേ വരുമ്പോ നമുക്ക് AC കാലാവസ്ഥയെന്ന്. 2 സൈഡും മരങ്ങളായിട്ട് ഒരു കാറ് വരുന്നുണ്ട് കേട്ടാ. കാറ് ഈ ഏഷ്യാൻ്റെ വാർത്തയൊക്കെ വായിക്കുന്ന മറ്റേ ഒരു PG സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഈ ചിറ്റടുത്ത് കുടുംബാത്ര. ചേച്ചിരെ അവരൊക്കെ ബന്ധങ്ങളാണല്ലേ. ഈ പമ്പേരെ പോണത് ഇവിടേക്കാ, ഈ പുഴയുടെ പമ്പയുടെ അപ്പുറത്തെ കരയിലേക്കാണ് പോണേ. ആ അമ്പലം ഉണ്ടല്ലോ, പാലപ്പുലേന്റെ അമ്പലം എന്ന് പറഞ്ഞില്ല, അപ്പൂപ്പന്റെ പാലപ്പുലേൻ അപ്പൂപ്പന്റെ അമ്പലത്തിലേക്ക്. ഇതേ അല്ല ചേട്ടത് എവിടേക്ക് പോണേ? ഈ തിണ്ടുകളൊന്ന് കാണിച്ചു കൊടുക്കാൻ. ശരി. കല്ലുകളെ പമ്പേലത്തെ ചേട്ടാ അതിന്റെ ഉള്ളിലേക്ക് എന്തിനാ കൈയിടണേ? അതിങ്ങനെ തട്ടി കാണിച്ചു തരാനാണ്. പമ്പേലത്തെ എക്കൽ മണ്ണുകളാണ് ഇതൊക്കെ. അതിന് ഭയങ്കര ഫലഭൂയിഷ്ടാണ്. നോക്കിയേ മണ്ണൊക്കെ ഇല്ല, നോക്കിയേ സ്പോഞ്ച് പോലത്തെ മണ്ണ. എന്തൊരു സുഖ കാണാനായിട്ട്. 2 സൈഡും കല്ല് പതിച്ച് വഴി ഉണ്ടാക്കി വെക്കുക. ഈ വഴി കൂടെയാണ് ഞങ്ങൾ വന്നത്. ഈ വഴി കൂടെ തന്നെയാണ് നമ്മൾ പോവുക. ഇങ്ങനെയാണ് പോവുക. ഇതങ്ങോട്ട് പുഴയിലേക്കുള്ള വഴിയാണ്. ഇവിടെ വേണ്ട ഓരോ വഴികൾ നോക്കിയാൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള വഴി നോക്കിയാൽ തടണ്ടണേ നല്ല മനോഹരമായ വഴി. പണ്ട് നമ്മൾ അമ്മേരെ വീട്ടിലേക്ക് പൊന്നൂരിക്ക് ഇവിടേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഓരോ വഴികൾ കാണാം. എന്ത് രസ വഴികള്. ഇവിടുന്ന് പോരാൻ തോന്നില്ലേ. ഈ നട്ടുച്ചയ്ക്ക് ഇരുട്ടെന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ. നല്ല വെയിലിൻ്റെ സമയം തന്നെയാണ്. എന്തൊരു വലിയ മരങ്ങളാണ്, മഹാബലിപ്പുള്ള മരങ്ങൾ. നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം. അവിടെ നമ്മൾ ഇറങ്ങിയത് അവിടെ ഇറങ്ങി നമ്മള് അവിടെയാണ്. നമ്മൾ ചിറ്റയടത്ത് തറവാട് അവിടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാലമ്പുലേൻ അപ്പൂപ്പന്റെ അമ്പലത്തിന്റെ അവിടേക്ക് വന്നു. ഈ സ്ഥലത്തിന്റെ പേരെന്താ? കാഞ്ഞേറ്റുകര. അയിരൂർ കാഞ്ഞേറ്റുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ ചേട്ടന്റെ പേര് ഗീതാകുമാർ എന്നാണ് പേര്. പക്ഷേ ഗീതാകുമാർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. എന്താ പേര്? കൊച്ചുമോൻ എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ. അപ്പോൾ ഈ ചേട്ടന് ഈ അമ്പലത്തിനോട് ചേർട്ട് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ ചേട്ടനും ആ തറവാട്ടിൽ തന്നെയാണ്. അപ്പൊ ഈ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഈ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ പ്രത്യേകത എന്താണ്?
ഇവിടെ ഈ ജാതി മതം അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഇല്ല. ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും എല്ലാ എല്ലാവരും ആൾക്കാരും വരും. എല്ലാവരും ഇവിടെ വഴിപാട് ചെയ്യും. എന്തൊക്കെയാണ് ആൾക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ? മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ സാധനം എടുത്ത വഴിപാടാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഉണക്കമ്മീൻ ചുട്ടത് കൊണ്ട് വെക്കും, പിന്നെ മലഞ്ചര ഇതുണ്ട്, കപ്പായ ഇതെല്ലാം ചുട്ടത് കൊണ്ട് വെക്കുന്നുണ്ട്, ഇറച്ചി ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അങ്ങനെ എല്ലാം ഉണ്ട്. മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ സാധനം എടുത്ത വഴിപാട് ഇന്നെന്ന് പറയാനില്ല. ഇല്ല, മെഴുകുതിരൊക്കെ കത്തിച്ചിട്ടിരിക്കണ്ട അവിടെ എല്ലാം ഉണ്ട്. അതിൽ പറയാം എല്ലാം മനുഷ്യൻ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. മെഴുകുതിരി നമ്മൾ കത്തിക്കും, വിളക്ക് കത്തിക്കും, സാമ്പ്രാണി ഇതെല്ലാം എല്ലാം. ഈ അമ്പലത്തിന് എത്ര വർഷം പഴക്കമുണ്ട്? അമ്പലത്തിന്റെ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കറക്റ്റായിട്ട് പറയാറുണ്ട്. എന്നാലും 500, 600, 700 ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും ഈ എഴുതിവെപ്പൊന്നും ഇല്ലല്ലോ. നമുക്കറിയാവുന്നത് ഇത് രണ്ടാമത് വെച്ചൊരു പ്രതിഷ്ഠയാണ്, മൂന്നാമത് വെച്ചാൽ അത് ഡേറ്റ് മാത്രമേ ഇപ്പം നമ്മൾ പ്രതിഷ്ഠാദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഡിസംബർ 18. ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ 18 അതൊരു രണ്ടാമതോ മൂന്നാമതോ ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠ, മൂന്നാമത്തെ പ്രതിഷ്ഠാ ദിനാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നമ്മളിങ്ങനെ സന്താന ഭാഗ്യത്തിന് അല്ലെങ്കിൽ മംഗല്യ ഭാഗ്യത്തിന് എന്നൊക്കെ പ്രാർത്ഥിക്കില്ലേ, എന്ന പോലെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകത? ഇവിടെ എന്ന് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. വരിക, വിളക്ക് എന്ത് വേണേ പ്രാർത്ഥിക്കാം. വിളക്ക് അവരവരുടെ ഇഷ്ടം നേരിട്ട് പറയുന്നു. ഇളകാലക്കാരില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ സ്ഥിരത്തോടെ അവിടെ നിന്ന് കണ്ട ഒരു പാർട്ടി ഒരു പരിചയം ആദ്യമായിട്ട് വരിക അന്ന് ഇവിടെ വന്നു അങ്ങോട്ട് പറഞ്ഞു, പിന്നെ കൊച്ചിൻ്റെ ഒരു മാല ഏതാണ്ടോ പോയി. അവർ തപ്പാന്നെല്ലാം തപ്പിട്ട് കിട്ടിയില്ല. ആരോ പറഞ്ഞ് ഇവിടെ വന്ന് വഴിപാടെല്ലാം വെച്ചു പോയി. പിറ്റേ ദിവസം ഉണ്ട് ഉച്ചയായപ്പോൾ കൂടി വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ മുറ്റത്ത് കിടക്കുന്നു. അത് മുറ്റത്ത് കിടന്നാണ് നേരെ തപ്പിയപ്പം കാണണ്ടല്ലേ, കണ്ടില്ല. പക്ഷെ തിരിച്ചിവിടെ വന്ന് പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഇവിടെ 1000 രൂപ ദക്ഷിണയും എല്ലാം വെച്ചിട്ട് അവർ പോയി. അപ്പം മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്തൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ നമുക്ക് കേൾക്കണ്ട, നേരെ അങ്ങോട്ട് പറഞ്ഞാൽ. കണ്ട ആൾക്ക് ഇന്ന സാധനം ഒന്നുമില്ല, മനുഷ്യന്മാർ ഉപയോഗിക്കണ എല്ലാ ആളും ഉപയോഗിക്കുന്നത്. ഇപ്പൊ വേറെ ആരോ കൊണ്ടുവച്ചതാണ് മദ്യം, കണ്ട വഴിപാടായിട്ട് കൊടുത്തിട്ടുള്ളതാ ആൾക്ക്. സാധാരണ അമ്പലങ്ങളിൽ ഉണ്ടാവുന്ന അയിത്തം അല്ലെങ്കിൽ അവിടെ തുടരുത് ഇവിടെ തുടരുത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ആചാരങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് സാധാരണ ഒരു അമ്പലത്തിലൊന്നും അതിന്റെ പരിസരം പോലും ഷൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടില്ല. അതിന്റെ ഉള്ളിലത്തെ വിഗ്രഹമോ അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അവിടെ പോയിട്ട് മറ്റേ ചന്ദനത്തിരി കത്തിച്ച് വെക്കാം, നമുക്ക് തന്നെ പോയിട്ട് വിളക്ക് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ കൊടുക്കാം, നമുക്ക് നമ്മുടെ എന്താണോ ആവശ്യം എന്നുണ്ടെങ്കിൽ പറയാം. അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്ക് അവിടെ സമർപ്പിക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കളവ് മുതൽ കണ്ടെടുത്ത് തിരികെ ഉടമസ്ഥന് നൽകുന്ന നാടിന്റെ കാവൽ നായകനാണ്, ഈ നാടിന്റെ മൊത്തം അപ്പൂപ്പനാണ് ആള്. അപ്പൊ മെയിനായിട്ടും അങ്ങനെ ഞാൻ കേട്ടതും ഇവിടെ, അതായത് നമ്മുടെ എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചു കിട്ടുന്നു പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു അമ്പലം കണ്ടു. പേരെന്താ അച്ഛൻ്റെ പേര്? ശിവൻ. ഞങ്ങളുടെ അച്ഛൻ്റെ പേര് ശിവൻ എന്നായിരുന്നു. അപ്പോൾ പാലമ്പുലേൻ അപ്പൂപ്പനെ കുറിച്ചിട്ട് ഈ അപ്പൂപ്പനും എന്തൊക്കെ ഓർമ്മകളുണ്ട് പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും മോഷണം പോവുമോ, നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വിശേഷം വല്ലതും നടക്കണ എല്ലാം ഇവിടെ പറഞ്ഞാൽ റെഡിയാണ്. എന്താ അനുഭവം ഉണ്ടായിട്ടുള്ളത് പറഞ്ഞേ? എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടോ വല്ലതും കാണാതെ പോയിട്ട്? കാണാതെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ കാണാണ്ട് പോയത്? എൻ്റെ ഒരു മാല പോയി കാണാതെ, അത് കിട്ടി. അങ്ങനെ പല സാധനങ്ങൾ എല്ലാം ഇവിടെ പറഞ്ഞാൽ ഒരു വഴിപാട് വെക്കും, അത് കിട്ടും. കിട്ടും. വലിയ സംഭവമായിട്ടൊന്നും വേണ്ട, മെഴുകുതിരി കത്തിച്ചാൽ മതി. അങ്ങനെ ഇവിടെ പലർക്കും അനുഭവമുണ്ട്. അപ്പൂപ്പൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൊട്ടപ്പുറത്താ. അവിടെ ആ വലിയ മരം കിടന്ന് കാണുന്നില്ലയോ? എന്താ അവര് മരം കിടന്ന് കാണുന്നുണ്ടോ? പച്ച അവിടെ ഭാഗം. എന്താ എന്ത് ജോലി ചെയ്ത് തുടങ്ങേ? ഞാനോ നേരത്തെ മണലുവാലായിരുന്നു ആറ്റി, ഇനി മണലുവാലായിരുന്നു. ഇപ്പൊ വയ്യ. മക്കളൊക്കെ ഉണ്ട്, 2 പെണ്ണും ഒരാണും. അവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞു. കൊച്ചുമക്കളുമായി. ഇപ്പൊ ഇവിടെ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വന്നിരിക്കും സമയം പോവാൻ? കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്, എല്ലാവരും വരും. അപ്പൊ ഇനി നമ്മളിവിടെ നിന്ന് പോവാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു അമ്പലം കണ്ടു.